നമസ്കാരം. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ജൂൺ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഇപ്പോൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ. വിമാനയാത്രക്കാരിൽ 241 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മാത്രമല്ല, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ സംഭവിച്ചതാകട്ടെ അവിടെയും വലിയ തോതിലുള്ള ഒരു മഹാദുരന്തമാണ്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെയും മരണപ്പെട്ടിരിക്കുന്നു. നിരവധി പേരുടെ അവസ്ഥ ഇപ്പോൾ ഗുരുതര നിലയിലാണ്. വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ പങ്കുവെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വിമാനത്തിനുള്ളിലെ AC പല ഭാഗങ്ങളിലും തകരാറിലായതുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ആ സമയം ഉപയോഗിക്കപ്പെട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി പറയപ്പെടുന്നുണ്ട്. വിമാനം പറത്തിയ പൈലറ്റിന് 8200 മണിക്കൂർ പരിചയമുണ്ട്. അതായത് വിമാനം പറത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കോ പൈലറ്റ് 1200 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. മേഡേ സന്ദേശം, മേഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ടൈം ഉപയോഗിക്കുന്നത് അപായ സൂചനയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലാണ്. അത് കൃത്യമായിട്ട് എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സന്ദേശം കൈമാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതെന്തെങ്കിലും സാങ്കേതിക തകരാറാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണോ ഇതിന് പിന്നിൽ എന്ന സംശയവും ഒരു വശത്തുണ്ട്. കാരണം നിരവധിയായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കടന്നാക്രമണവും അധിനിവേശ സ്വഭാവ രീതികളും ഒക്കെ തന്നെ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമുക്കറിയാം, 2 കപ്പൽ ദുരന്തങ്ങൾ സംഭവിച്ചു. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച രീതിയിൽ ഒരു മദർഷിപ്പ് കണ്ടെയ്നർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയുന്ന, അവരോടൊപ്പം കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അവരെക്കാൾ അവരുടെയൊക്കെ തുറമുഖങ്ങളെയൊക്കെ തന്നെ കടത്തിവിട്ടുന്ന സാങ്കേതിക സംവിധാന മികവോടുകൂടിയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയുടെ നോട്ടിക്കൽ മൈലിനകത്ത് നിന്നുകൊണ്ട് തന്നെ 2 കപ്പൽ സ്ഫോടനങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ കണ്ടെയ്നറുകൾ കത്തി നശിക്കുകയും വലിയ മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സമുദ്ര തീരത്തേക്ക് തള്ളപ്പെടുകയാണ്. ഇതൊക്കെ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ കപ്പലുകളൊക്കെ തന്നെ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് അവരുടെ നഷ്ടപരിഹാര തുക ലഭിക്കുകയും ചെയ്യും. മറിച്ച് ഇവിടെ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം അടിയുകയും ചെയ്യും. ഇതുവഴി ഇന്ത്യയുടെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കപ്പെടുന്നു. ഫിഷറീസ് വകുപ്പിന് അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, തലവേദനയായി തന്നെ മാറുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യ വിമാനത്തെക്കുറിച്ച് മോശം അഭിപ്രായം കൊടുക്കുന്ന രീതിയിലുള്ള ചില നിഗൂഢ നീക്കങ്ങൾ പലരും ഇപ്പോൾ ചെയ്യുന്നു എന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ പോസ്റ്റ് ചെയ്തത് ഏറെ ചർച്ചയാവുകയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ചിക്കാഗോയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ ഒരു വിമാനം, അതിനകത്തെ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായതുകൊണ്ട് തിരിച്ച് അവിടേക്ക് ഇറക്കേണ്ടി വന്നുവെന്ന്. അതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻസുകൾ വരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയെ താറടിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ ലോകത്ത് മോശമാക്കി കാണിക്കാനുള്ള ചില നിഗൂഢ ശ്രമങ്ങൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള അധിനിവേശ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഭീകര സംഘടനകളുടെ വലിയ തോതിലുള്ള ഒരു ഇടപെടലുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ആ ചോദ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഒരു രീതിയിലുള്ള സാങ്കേതിക തകരാറും ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമിക ഘട്ടത്തിൽ വ്യക്തമാകുമ്പോൾ, അതുപോലെ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു രീതിയിലുള്ള സംവിധാന പാകപ്പിഴയും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. 1 മിനിറ്റിനുള്ളിൽ 625 അടി ഉയരത്തിലേക്ക് വിമാനം പൊങ്ങി ഉയരുമ്പോൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് താഴേക്ക് നിലം പതിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയധികം ആളപായം ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിലെ ദുരൂഹതയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം, അത് കൃത്യമായി അന്വേഷണ വിഭാഗം കൂടിയായിട്ടുള്ള അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് റിസർച്ച് ആൻഡ് അനലിസിസ് വിങ്ങിൻ്റെ ഇടപെടൽ വളരെ അടിയന്തരമായി തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം. അതേപോലെ തന്നെ കൃത്യമായിട്ട് വിദേശ ഭീകര സംഘടനകളുടെ വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടോ എന്നുള്ളതും ഇവിടെ സംശയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് പോലും ചുട്ട മറുപടി കൊടുത്ത് ഈ രാജ്യം ഏറ്റവും വലിയ സെൽഫ് ഡിപ്പെൻഡൻറ്റ് കൺട്രിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വിശദീകരണം അത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ സമർപ്പിക്കുമ്പോൾ, നൽകുമ്പോൾ, ലോകരാജ്യങ്ങൾ ഇന്ത്യയെ വാഴ്ത്തുമ്പോൾ, പുകഴ്ത്തുമ്പോൾ, അതും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുഹൃത്തായിട്ട് നടിക്കുമ്പോൾ അവരുടെ പിന്നിലും ചില ശക്തികളുണ്ടോ എന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും പ്രകീർത്തിക്കാത്ത വിദേശ പത്രമാധ്യമങ്ങൾ പലതും ഇന്ന് ഈ വാർത്ത ഏറ്റവും ഫ്രണ്ട് പേജിൽ ഹൈലൈറ്റ് ആയിട്ട് നൽകുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ നീക്കങ്ങൾ, അത് വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് അനിവാര്യമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.